ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന. അർജന്റീന അണ്ടർ 20 ടീമിന്റെ കുതിപ്പ് അതിപ്പോൾ അണ്ടർ 20 വേൾഡ് കപ്പിന്റെ ഫൈനൽ വരെ എത്തിയിട്ടുണ്ട്. ഇന്ന് നടന്ന സെമി ഫൈനൽ പോരാട്ടത്തിൽ കൊളംബിയയെ ഏകപക്ഷീയമായ ഒരു ഗോളിനാണ് അർജന്റീന പരാജയപ്പെടുത്തിയിട്ടുള്ളത്. ഇങ്ങനെ ഫൈനലിന് യോഗ്യത കരസ്ഥമാക്കാൻ ഇപ്പോൾ അർജന്റീനക്ക് സാധിച്ചിട്ടുണ്ട്. അതായത് മത്സരത്തിന്റെ 72ാമത്തെ മിനിറ്റിലാണ് സിൽവേറ്റി ഗോൾ കണ്ടെത്തുന്നത്. ആ ഗോളാണ് അർജന്റീനക്ക് ഇപ്പോൾ വിജയം സമ്മാനിച്ചിട്ടുള്ളത്. ക്രിസ്ത്യാനോയുടെ ഒരു കിടിലൻ മുന്നേറ്റമായിരുന്നു. പിന്നീട് അദ്ദേഹം സിൽവേറ്റിക്ക് പന്ത് കൈമാറുന്നു. വളരെ ഞൊടിയിടയിൽ സിൽവേറ്റി അത് ഗോളാക്കി മാറ്റി. ആ ഗോളാണ് അർജന്റീനക്ക് ഫൈനലിനുള്ള യോഗ്യത കരസ്ഥമാക്കി കൊടുത്തിട്ടുള്ളത്. മത്സരത്തിന്റെ 79ാമത്തെ മിനിറ്റിൽ കൊളംബിയൻ താരമായ അരിയാസ് റെഡ് കാർഡ് കണ്ട് പുറത്തുപോയി. അതും അവർക്ക് തിരിച്ചടിയായി മാറി എന്നുള്ളതാണ്. അങ്ങനെ ഏകപക്ഷീയമായ ഒരു ഗോളിന് കൊളംബിയയെ പരാജയപ്പെടുത്തിക്കൊണ്ടാണ് അർജന്റീന ഫൈനലിന് ഇപ്പോൾ യോഗ്യത കരസ്ഥമാക്കിയിട്ടുള്ളത്. ഫൈനലിൽ അവരുടെ എതിരാളികളായി കണ്ടുവരുന്നത് മൊറോക്കോയുടെ അണ്ടർ 20 ടീമാണ്. അതായത് ഫ്രാൻസിനെ കിട്ടിയില്ല എന്ന് തന്നെ പറയേണ്ടി വരും. ഫ്രാൻസിനെ സെമി ഫൈനലിൽ പരാജയപ്പെടുത്തിക്കൊണ്ടാണ് മൊറോക്കോ ഇപ്പോൾ കലാശ പോരാട്ടത്തിന് യോഗ്യത കരസ്ഥമാക്കിയിട്ടുള്ളത്. നിശ്ചിത സമയത്ത് രണ്ട് ടീമുകളും ഓരോ ഗോളുകൾ വീതം നേടിക്കൊണ്ട് സമനിലയിൽ പിരിയുകയായിരുന്നു. പിന്നീട് പെനാൽറ്റി ഷൂട്ടൌട്ടിൽ 4-5 ഗോളുകൾക്കാണ് പരാജയപ്പെടുത്തിയിട്ടുള്ളത്. ഫ്രഞ്ച് താരമായ സിംഗുവാല 107ാമത്തെ മിനിറ്റിൽ ഒരു റെഡ് കാർഡ് കണ്ടിരുന്നു. അത് ഫ്രാൻസിന് തിരിച്ചടിയായി മാറി എന്നുള്ളതാണ്. ഇങ്ങനെയൊക്കെയാണ് പെനാൽറ്റി ഷൂട്ടൌട്ടിൽ ഫ്രാൻസിന് പുറത്താവേണ്ടി വന്നിട്ടുള്ളത്. അല്ലായിരുന്നുവെങ്കിൽ അർജന്റീനയും ഫ്രാൻസും തമ്മിലുള്ള ഒരു കലാശ പോരാട്ടം നമുക്ക് കാണാൻ സാധിക്കുമായിരുന്നു. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.